السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. أما بعد، شيخ الإسلام بن تيمية رحمه الله അദ്ദേഹത്തിൻ്റെ അഖീദത്തു അൽ വാസിത്തിയ്യയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഈ കിതാബിൽ സൂറത്തുൽ ഇഖ്ലാസ്, അത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ വിവരിക്കുന്ന സൂറത്താണ്. അതിലുള്ളതെന്തോ അത് റബ്ബിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. അതിനുശേഷം പറയുന്നു, وما وصف به نفسه في أعظم آية في كتاب الله. അതുപോലെ وما وصف به نفسه, അള്ളാഹു എന്താണോ അവനെ വിശേഷിപ്പിച്ചത്, ഫി അഅ്ളമി ആയത്തിൻ ഫി കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിലെ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്തിലൂടെ. ഹൈസു യഖൂൽ, അള്ളാഹു അതിൽ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. آية الكرسي ആണ് ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ റഹിമഹുല്ലാ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അഥവാ അള്ളാഹുവിനെ കുറിച്ചാണ് ഈ ആയത്തിലുള്ളത് മുഴുവൻ. പരിശുദ്ധ ഖുർആനിൽ റബ്ബിനെ കുറിച്ച് വന്നിട്ടുള്ള വിശേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകളിലൊന്നാണ് ഈ ആയത്ത്. ഇത് അഅ്ളമു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്താണ്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി, ഖുർആൻ പണ്ഡിതന്മാരിൽ ഒരാളാണ് ഉബൈ ഇബ്നു കഅബ്. സഹാബിമാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇന്നയാളിൽ നിന്ന് നിങ്ങൾ പഠിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് വളരെ ചുരുക്കം ചിലരെ എണ്ണിയിട്ടുണ്ട്. അതിലൊരാളാണ് ആര്? ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഉബൈ ഇബ്നു കഅബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉബൈയിനോട് പറഞ്ഞു, ഓ ഉബൈ, നിനക്ക് ലം യകുനിൽ ലദീന കഫറു എന്ന സൂറത്ത് ഓതിത്തരാൻ അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കുന്നു. ഉബൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സമ്മാനി അല്ലാഹ്, അള്ളാഹു എൻ്റെ പേര് പറഞ്ഞോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അള്ളാഹു നിൻ്റെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉബൈ റളിയല്ലാഹു അൻഹു കരയുകയുണ്ടായി. ഉബൈയുടെ പേര് റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിരിക്കുന്നു എന്ന്. അത് റസൂലുള്ളാഹിക്ക് അള്ളാഹു വഹി നൽകിയതാണ്. എന്നാൽ ഖുർആനിൽ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾക്ക് ഓതുന്ന രൂപത്തിൽ പേര് പറഞ്ഞത് ഒരേ ഒരു സഹാബിയാണ്. അതാണ് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. സൂറത്തുൽ അഹ്സാബിൽ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഫലമ്മ ഖദാ സെയ്ദും മിൻഹാ വതറൻ സവ്വജ്നാകഹ. സെയ്ദിൻ്റെ ഭാര്യ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ സെയ്ദ് തലാഖ് ചൊല്ലിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി അള്ളാഹു സൈനബിനെ നിശ്ചയിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് സെയ്ദിൻ്റെ പേര് മാത്രം ഖുർആനിൽ വന്നത്? ചില പണ്ഡിതന്മാർ പറയുകയുണ്ടായി. കാരണം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യം ജനങ്ങൾ വിളിച്ചിരുന്നത് സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്നായിരുന്നു. സെയ്ദ് ഇബ്നു മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ എന്ന അർത്ഥത്തിൽ. കാരണം നബിയുടെ വളർത്തുപുത്രനാണ് ആര്? സെയ്ദ് ഇബ്നു ഹാരിസ്. നബിയുടെ മകൻ, യഥാർത്ഥ മകനല്ല, നബിയുടെ വളർത്തുപുത്രനാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്തുൽ അഹ്സാബിലൂടെ ഒരു നിയമം കൊണ്ടുവന്നു. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ വളർത്തുപുത്രന്മാരെ നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കാൻ പാടില്ല. അള്ളാഹു പറഞ്ഞു, വമാ ജഅല അദ്ഇയാഅക്കും അബ്നാഅക്കും, നിങ്ങൾ മക്കളായി ചേർത്ത് വിളിക്കുന്നവരെ അള്ളാഹു നിങ്ങളുടെ യഥാർത്ഥ മക്കളാക്കിയിട്ടില്ല.
മറിച്ച് അവർ അവരുടെ പിതാക്കളുടെ മക്കൾ തന്നെയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഉദ്ഊഹും ലി ആബാഇഹിം, അവരുടെ യഥാർത്ഥ ഉപ്പയാരോ അവരിലേക്ക് ചേർത്ത് നിങ്ങൾ വിളിക്കുക. അതേ സൂറത്തിൽ അള്ളാഹു പറഞ്ഞു മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലൊരു പുരുഷൻ്റെയും പിതാവല്ല. അപ്പോൾ നോക്കൂ, അതുവരെ സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന സഹാബി പിന്നീട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പിതാവിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുകയാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ആ പ്രയാസം, ആ ഒറ്റപ്പെടൽ, ആ മനസ്സിൻ്റെ ബുദ്ധിമുട്ട് അള്ളാഹു നീക്കിക്കൊടുത്തത് ഈ രൂപത്തിനാണ്. ഖുർആനിൽ അള്ളാഹു പേര് പറഞ്ഞു ഫലമ്മ ഖദാ സെയ്ദും മിൻഹാ വതറ, ഒരേ ഒരു സഹാബിയുടെ പേര് അന്ത്യനാൾ വരെ മുസ്ലിമീങ്ങൾ മുഴുവൻ ആ പേര് ഉള്ള ആയത്ത് പാരായണം ചെയ്യുന്നു. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിക്ക് ഖുർആൻ അല്ലാത്ത വഹിയിലൂടെ പേര് പറഞ്ഞു, തൻ്റെ പേര് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഉബയ്യ് റളിയല്ലാഹു അൻഹു കരഞ്ഞുവെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്രമാത്രം അത് ചലനമുണ്ടാക്കിയെങ്കിൽ എന്തായിരിക്കും ഖുർആനിൽ അന്ത്യനാൾ വരെ മുസ്ലിമീങ്ങൾ ഓതുന്ന കിതാബിൽ പേര് വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചിന്തിച്ചു നോക്കൂ. ആ ശ്രേഷ്ഠത സെയ്ദ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. സെയ്ദ് ഇബ്നു ഹാരിസ, അദ്ദേഹം ഹിബ്ബു റസൂലില്ലാഹ് എന്നറിയപ്പെട്ട സഹാബിയാണ്, നബിക്ക് പ്രിയപ്പെട്ടയാൾ. കൂടാതെ അദ്ദേഹത്തിൻ്റെ മകൻ ഉസാമയും അതേ വിശേഷണം അറിയപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രിയപ്പെട്ടയാൾ. ഹിബിൻ്റെ മകൻ ഹിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രിയപ്പെട്ട സഹാബിമാരിൽ രണ്ടുപേരാണ് സെയ്ദും അദ്ദേഹത്തിൻ്റെ മകൻ ഉസാമത്ത് ഇബ്നു സെയ്ദും റളിയല്ലാഹു അൻഹുമ വഅനി സഹാബത്തി അജ്മഈൻ. ഉബയ്യ് ഇബ്നു കഅബിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു യാ അബൽ മുൻദിർ, ഓ അബുൽ മുൻദിർ, അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ളം, നിനക്കറിയുമോ അള്ളാഹുവിൻ്റെ കിതാബിൽ ഏത് ആയത്താണ് ഏറ്റവും മഹത്തരമായ ആയത്ത്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഖുൽതു, ഞാൻ പറഞ്ഞു അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് നന്നായി അറിയുക. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ളം, നിനക്കറിയുമോ അള്ളാഹുവിൻ്റെ കിതാബിൽ ഏത് ആയത്താണ് ഏറ്റവും മഹത്തരമായ ആയത്ത്? അറിയില്ല എന്ന അർത്ഥത്തിൽ അള്ളാഹു റസൂലുഹു അലം എന്ന് പറഞ്ഞിട്ടും ഉബയ്യ് ഇബ്നു കഅബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ചോദിക്കുകയാണ് അതേ ചോദ്യം. എന്തുകൊണ്ടാണത്? കാരണം ഉബയ്യിന് അറിയാം, ഉബയ്യിന് അത് ആലോചിച്ചാൽ കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. ഉബയ്യിൻ്റെ ഇൽമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യമുണ്ട്. ഖാല ഖുൽതു, ഉബയ്യ് പറയുകയാണ് ഞാൻ നബിയോട് മറുപടി പറഞ്ഞു അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം, ആയത്തുൽ കുർസി അത് പറഞ്ഞു. ഖാല ഫദറബ ഫീ സദ്രി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യിൻ്റെ നെഞ്ചിലൊന്ന് തട്ടി അഭിനന്ദിച്ചുകൊണ്ട്. വഖാൽ, എന്നിട്ട് പറഞ്ഞു വല്ലാഹി ലിയഹ്നിക്കൽ ഇൽമു അബൽ മുൻദിർ, ഓ അബുൽ മുൻദിർ, ഉബയ്യിൻ്റെ കുനിയത്താണ് അബുൽ മുൻദിർ, ഓ അബുൽ മുൻദിർ ലിയഹ്നിക്കൽ ഇൽമു, അറിവ് കൊണ്ട് നിനക്ക് സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അറിവിനെ പുകഴ്ത്തുന്ന ഒരു വാക്കാണത്. അപ്പോൾ നോക്കൂ, അള്ളാഹുവിനെക്കുറിച്ച് മാത്രം പറഞ്ഞ ഈ ആയത്താണ് ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് എന്നൊരാൾ മനസ്സിലാക്കിയാൽ പുകഴ്ത്താൻ മാത്രമുള്ള ഒരു അറിവാണ് അയാൾക്ക് ലഭിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ആയത്തുൽ കുർസീനെ കുറിച്ച് ഈ അറിവ് ഒരാൾ മനസ്സിലാക്കിയാൽ പ്രശംസക്കർഹമായ ഒരു ഇൽമാണ്, അത് ഇൽമാണ്. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി എണ്ണിയിരിക്കുന്നു? ഇൽമെന്ന് എണ്ണിയിരിക്കുന്നു, ഒരു അറിവെന്ന് എണ്ണിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തെ അറിവ് എന്ന് എണ്ണിയാൽ അത് ശ്രേഷ്ഠമാണ്. മാത്രമല്ല അറിവ് അത് സുബ്ഹാനല്ലാഹ് പ്രശംസനീയമായ കാര്യമാണ്. അറിവില്ലായ്മ അത് മോശമായ പരിതാപകരമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എണ്ണം പറഞ്ഞ അനുഗ്രഹങ്ങൾ മാത്രം അല്ലാഹു സൂചിപ്പിച്ച സൂറത്തു നിസായിലെ ഒരു ആയത്തിൽ അല്ലാഹു പറഞ്ഞു വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, അല്ലാഹു നബിയെ താങ്കൾക്ക് അറിവില്ലാത്തത് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ, അള്ളാഹു താങ്കൾക്ക് ചെയ്തു തന്ന ഫദ്ൽ, ഔദാര്യം, അത് മഹത്തരമായ ഔദാര്യമാണ്.
അറിവില്ലാത്തത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നത് ശ്രേഷ്ഠമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അങ്ങോട്ട് ചിന്തിച്ചു നോക്കി എന്തെല്ലാം റബ്ബ് നമുക്ക് അങ്ങനെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഖുർആൻ ഓതാൻ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചത്. മുസഹഫ് തുറന്നാൽ അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തരമായ അനുഗ്രഹങ്ങളൊന്നാണ്. ശുക്ർ കാണിക്കേണ്ട നിഅമത്താണ്. കാരണം അതറിയാത്ത എത്ര ആളുകളുണ്ട്. ഖുർആൻ ഒന്ന് നോക്കിയാൽ ശരിക്കും ഓതാൻ കഴിയാത്ത, മനപ്പാഠം മാത്രമുള്ള ഏതാനും സൂറത്തുകൾ. ഒരു പണ്ഡിതനോട് അടുത്ത കാലത്ത് ഒരാൾ ചോദിക്കുകയുണ്ടായി, ഷെയ്ഖ്, എനിക്ക് ആകെ ഖുൽ ഹുവല്ലാഹു അഹദ് മാത്രമേ ഖുർആനിൽ നിന്ന് ഫാത്തിഹ കഴിഞ്ഞാൽ അറിയൂ, അതുമാത്രം ആവർത്തിച്ച് എനിക്ക് രാത്രി നിസ്കരിക്കാൻ പറ്റുമോ? ഒരാൾ ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ച് നോക്കൂ. അയാൾക്കാകെ ഹിഫ്ളുള്ളത് എന്താണ്? ഖുൽ ഹുവല്ലാഹു അഹദ് മാത്രം. അപ്പോൾ നോക്കുക, അള്ളാഹുവിൻ്റെ നിഅമത്താണ് ഖുർആൻ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹിഫ്ളുണ്ട് എങ്കിൽ, അല്ല ഓതാൻ കേവലം പാരായണം ചെയ്യാൻ അറിയുമെങ്കിൽ അള്ളാഹുവിൻ്റെ നിഅമത്താണ്. വഅല്ലമക മാ ലം തകുൻ തഅലം. നിനക്കറിവില്ലാത്തത് അള്ളാഹു നിനക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നമുക്ക് പലപ്പോഴും വില അറിയാത്ത പലതും അള്ളാഹു പഠിപ്പിച്ചു തന്ന വലിയ ഇൽമാണ്. ഇന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ വുദൂ മുറിക്കും, വുദൂ ചെയ്യണം, അള്ളാഹു പഠിപ്പിച്ചു തന്ന ഇൽമാണ്. ഇന്ന കാര്യം സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാകും, അങ്ങനെ നിസ്കരിച്ചുകൂടാ, അള്ളാഹു പഠിപ്പിച്ചു തന്ന അറിവാണ്. ഇന്ന കാര്യം നിസ്കാരത്തിൻ്റെ സുന്നത്തുകളാണ്. നിസ്കാരത്തിൽ വലിയ ശ്രേഷ്ഠതയുണ്ട്. ഇന്ന ദിക്റുകൾ ചൊല്ലിയാൽ തഹിയ്യാത്ത് അറിയാം, സലാത്ത് അറിയാം, നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദുആ അറിയാം. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. വഅല്ലമക മാ ലം തകുൻ തഅലം കാന ഫദ്ലുല്ലാഹി അലൈക അളീമ. അള്ളാഹു നിനക്ക് അറിവില്ലാത്തത് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് ചെയ്തു തന്ന ഔദാര്യം അത് മഹത്തരമാണ്. അത് എത്ര വർദ്ധിക്കുന്നോ അത്രയും അള്ളാഹുവിൻ്റെ ഫദ്ലാണ് ലഭിച്ചിട്ടുള്ളത്. അള്ളാഹു ചോദിച്ചു ഖുർആനിൽ, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. പറയൂ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. പണ്ഡിതന്മാർ നബിമാരുടെ അനന്തരാവകാശികളാണ്. വഇന്നൽ അംബിയാ ലം യുവറിസു ദീനാറൻ വലാ ദിർഹമ വറസുൽ ഇൽം. നബിമാർ വിട്ടേച്ചു പോയത് ദീനാറോ ദിർഹമോ അല്ല, അറിവാണ് വിട്ടേച്ചു പോയത്. സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ഇൽമിൻ്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഒരാൾ പുറത്തുപോയി ആളുകളോട് പറഞ്ഞു, ഇതാ നബിയുടെ അനന്തര സ്വത്ത് വീതം വെക്കാണ്, പള്ളിയിൽ പോയി എടുത്തോളൂ. നോക്കൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്താണ് അറിവ് എന്നത് മാത്രം മതി ഇൽമിൻ്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ മീറാസാണ്. നോക്കൂ, ഉബൈ ഇബ്നു കഅബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഈ അറിവ് അറിഞ്ഞതിൽ പ്രശംസിക്കുകയാണ്. സഫ്വാൻ ബിൻ അസ്സാൽ എന്നു പേരുള്ള സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ അറിവ് പഠിക്കാൻ വേണ്ടി വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർഹബൻ ബിത്താലിബിൽ ഇൽം, മർഹബൻ ബിത്താലിബിൽ ഇൽം. അറിവ് പഠിക്കാൻ വന്നവന് മർഹബൻ, സ്വാഗതം. സഫ്വാൻ സ്വാഗതം എന്നല്ല പറഞ്ഞത്, മർഹബൻ ബിത്താലിബിൽ ഇൽം, അറിവ് പഠിക്കാൻ വന്നവന് മർഹബൻ. നബിയുടെ സ്വാഗതം ലഭിച്ച ആളുകളാണ് അറിവ് പഠിക്കാൻ മുന്നോട്ട് വരുന്നവർ. അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരാൾ ഇൽമ് നേടാൻ അധ്വാനിച്ചാൽ എന്തു ചെയ്യും? ഇൽമ് നേടാൻ വേണ്ടി ശ്രമിച്ചാൽ മലായിക്കത്ത് അവൻ്റെ മേൽക്കുമേൽ കയറിക്കൊണ്ട് ആകാശം മുട്ടെ മലക്കുകൾ ഇങ്ങനെ കയറി നിൽക്കും. എന്തിനു വേണ്ടിയാണ്? റിളൻ ബിമാ യസ്ന, അയാൾ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള തൃപ്തി കാരണത്താൽ. ഇങ്ങനെ ധാരാളക്കണക്കിന് ശ്രേഷ്ഠതകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശംസകൾ അറിവിന് വന്നിട്ടുണ്ട്. അതിൽ ഒന്നുകൂടിയാണ് ഈ ഹദീസ്, ആയത്തുൽ കുർസിയെ കുറിച്ചുള്ള ഈ ഹദീസ്. ഈ ആയത്തിനെ ആയത്തുൽ കുർസി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആയത്തുൽ കുർസി എന്നാണ് ഈ ആയത്ത് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അള്ളാഹുവിൻ്റെ കുർസിയെ കുറിച്ച് ഖുർആനിൽ ഈ ഒരു ആയത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഖുർആനിൽ അള്ളാഹുവിൻ്റെ കുർസിയെ കുറിച്ച് ഈ ഒരു ആയത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. സൂറത്തുൽ ബഖറയിലെ 255 ആയത്ത്. എന്താണ് അള്ളാഹുവിൻ്റെ കുർസി എന്നാൽ?
അള്ളാഹുവിൻ്റെ കുർസി എന്നാൽ സഹാബത്ത് റളിയല്ലാഹു അൻഹും പറഞ്ഞത് കാണാം, ഇബ്നു അബ്ബാസിനെ പോലുള്ള സഹാബിമാർ പറഞ്ഞത് കാണാം, മൗദിഉൽ ഖദമൈൻ, അള്ളാഹുവിൻ്റെ ഇരു കാൽപാദങ്ങൾ വെക്കുന്ന ഇടമാണ് കുർസി. അള്ളാഹുവിൻ്റെ കാൽപാദങ്ങൾ വെച്ചിട്ടുള്ള ഇടമാണ് കുർസി. അള്ളാഹുവിൻ്റെ ഖദമുകൾ എന്നാൽ അവൻ്റെ വിശേഷണങ്ങളാണ്. അതങ്ങനെ തന്നെ വിശ്വസിക്കണം. മനസ്സിലെന്ത് രൂപം വരുന്നോ അങ്ങനെയല്ല, മറിച്ച് അതിനപ്പുറത്താണ് റബ്ബിൻ്റെ ഖദമുകൾ. ഒരു സൃഷ്ടിയുടേതും പോലെയല്ല, അവൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അത് വിശ്വസിക്കുക നിർബന്ധമാണ്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകം അത് ചോദിച്ചുകൊണ്ടിരിക്കും, അൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ. ആളുകൾ അതിൽ വലിച്ചെറിയുന്നേന. ഒടുവിൽ ഹത്താ യദ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഖദം നരകത്തിനുമേൽ വെക്കുവോളം. അപ്പോൾ അത് ചുരുണ്ടുകൂടും. എന്നിട്ട് പറയും, റബ്ബെ മതി എന്ന് പറയും. ആ ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ റബ്ബിൻ്റെ ഖദം എന്ന് വന്നിട്ടുണ്ട്. റബ്ബിൻ്റെ ഖദം എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ആ ഖദമുകൾ വെക്കാനുള്ള ഇടമാണ് കുർസി എന്ന് പറയുന്നത്. അതേക്കുറിച്ച് ഈ ഒരു ആയത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഷെയ്ഖുൽ ഇസ്ലാം എന്തിനാണ് ഈ ആയത്ത് ഉദ്ധരിച്ചത്? പരിശുദ്ധ ഖുർആനിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസിൽ എന്താണോ റബ്ബിനെ കുറിച്ച് പറഞ്ഞത്, നമ്മളത് അതുപോലെ വിശ്വസിക്കുന്നു. ആയത്തുൽ കുർസിയിൽ എന്താണോ വന്നത് അതുപോലെ നമ്മൾ വിശ്വസിക്കുന്നു. എന്താണ് ആയത്തുൽ കുർസി? ഈ ആയത്ത് ആരംഭിക്കുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ആയത്തുൽ കുർസിൻ്റെ പ്രത്യേകത 10 സ്വതന്ത്രമായ വാചകങ്ങൾ ഈ ആയത്തിലുണ്ട് എന്ന്. 10 സ്വതന്ത്രമായ വാചകങ്ങൾ. ഇതിൽ ഓരോന്നും തൊട്ടടുത്ത വാചകത്തിനോട് ചേർത്തിട്ടില്ല എങ്കിൽ കൂടി അതിന് പൂർണ്ണമായ അർത്ഥമുണ്ട് എന്നാണ്. അതിന് പൂർണ്ണമായ അർത്ഥം ഉണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ ഇലാഹില്ല. എന്താണ് ഇലാഹിൻ്റെ അർത്ഥം? അൽ മഅബൂദു ബിൽ ഹഖ്, ആരാധനകൾക്ക് അർഹനായവൻ. അതാണ് അതിൻ്റെ അർത്ഥം. ഇലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരാധനകൾക്ക് അർഹനായവൻ എന്നാണ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമ്മൾ എന്തർത്ഥം പറയുന്നത്? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ഹക്കോടെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ. ഇബാദത്ത് ചെയ്യപ്പെടുന്നവരുണ്ട്, ആരാധ്യരുണ്ട്, പക്ഷെ അതൊന്നും ഹക്കായ ഇലാഹുകളല്ല, മറിച്ച് അതെല്ലാം ബാത്തിലായ ഇലാഹുകളാണ്. ذلك بأن الله هو الحق وأن ما يدعون من دونه هو الباطل. അള്ളാഹുവാണ് ഹക്കായവൻ, ബാക്കി അവർ ഇബാദത്ത് ചെയ്യുന്നതെല്ലാം, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെല്ലാം ബാത്തിലായ ഇലാഹുകളാണ്, വ്യാജ ദൈവങ്ങളാണ്. യഥാർത്ഥ ആരാധനകൾക്ക് അർഹൻ അള്ളാഹു മാത്രമാണ്. ഇത് വിശ്വസിച്ചാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് സമ്പൂർണ്ണമാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണം എങ്കിൽ എന്തു വേണം? അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ, ആരെല്ലാം ഉണ്ടോ, അതിനൊന്നിനും ആരാധിക്കപ്പെടാൻ അർഹതയില്ല എന്ന് വിശ്വസിച്ചാലേ എന്താകും? ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകും. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് പറയുക? ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. ആരാണോ താഗൂത്തുകൾ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവയെ നിഷേധിച്ചത്, അതിൽ അവിശ്വസിച്ചത്, വയുമിൻ ബില്ലാഹ് എന്നിട്ട് അള്ളാഹുൽ വിശ്വസിച്ചത്, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, അവൻ ബലവത്തായ ഒരു കയറിലാണ് പിടിച്ചിട്ടുള്ളത്. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ആൾക്കോ ഒരു വസ്തുവിനോ, അതും ചിലപ്പോൾ ഇലാഹായേക്കാം, അതിനുള്ള ആരാധനയും ഫലം കണ്ടേക്കാം എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചിട്ടില്ല, അതിൽ അവിശ്വസിച്ച കാഫറായിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ പ്രധാനപ്പെട്ട റുക്നാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ റുക്നുകൾ 2 ഒന്ന് ലാ ഇലാഹ, രണ്ടാമത്തത് ഇല്ലല്ലാഹ്. അതാണ് ഇതിൻ്റെ 2 റുക്നുകൾ. റുക്ൻ എന്ന് പറയുന്നത് അടിസ്ഥാന സ്തംഭങ്ങൾ. ലാ ഇലാഹ, അള്ളാഹു അല്ല, ഒരു ഇലാഹുമില്ല, സകല ഇലാഹുകളെയും നിഷേധിച്ചിരിക്കണം, നഫി ചെയ്തിരിക്കണം, നിരാകരിച്ചിരിക്കണം. ഇല്ലല്ലാഹ് അത് ഇസ്ബാത്താണ്, സ്ഥാപിക്കുക. അപ്പോൾ ഈ അള്ളാഹു അല്ലാത്ത മുഴുവൻ ഇലാഹുകളെയും തള്ളിക്കളയുകയും അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്താലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ശരിയാവുകയുള്ളൂ. അതിൻ്റെ കൂടെ അതിന് 7 നിബന്ധനകളുമുണ്ട്. ഇൽമുൻ യഖീനുൻ വഇഖ്ലാസുൻ വസിദ്ഖുക മഅ മഹബ്ബത്തിൻ വൻഖിയാദിൻ വൽഖബൂലി ലഹ.
വസീദ സാമിനുഹൽ കുഫ്റാനു മിൻക ബിമാ സിവൽ ഇലാഹി മിനൽ ഔഥാനി ഖദ് ഉല്ലിഹ എന്നൊരു കവി ഈ 8 കാര്യങ്ങളെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. 7 നിബന്ധനകളും പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യവും. ഇൽമുൻ, അറിവ്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അറിഞ്ഞു പറയണം. വിവരമില്ലാതെ പറഞ്ഞാൽ പോരാ, അതിൻ്റെ അർത്ഥം അറിയാതെ പറഞ്ഞാൽ പോരാ. യഖീനുൻ, ഉറച്ച വിശ്വാസത്തോടെ പറയണം. അതിൻ്റെ വിപരീതം എന്താ? സംശയം ഉണ്ടാകാൻ പാടില്ല. ഖലാസുൻ, ഖലാസോടെ പറയണം. അതിൻ്റെ എതിരെന്താ? കാപട്യത്തോടെ നിഫാഖോടെ പറഞ്ഞതായിരിക്കാൻ പാടില്ല. എന്തെങ്കിലും ദുനിയാവിൻ്റെ താല്പര്യത്തിന് വേണ്ടി പറഞ്ഞതായിരിക്കാൻ പാടില്ല. വസുദ്ഖുക്, സത്യസന്ധമായി പറഞ്ഞതായിരിക്കണം. കളവ് പറഞ്ഞതാകാൻ പാടില്ല. പിന്നെ മഹബത്ത്, അതിനോട് സ്നേഹമുണ്ടാകണം. തൗഹീദിനോട് സ്നേഹം ഉണ്ടാകണം. തൗഹീദ് കേട്ടാൽ പ്രയാസം ഉണ്ടാവുക എന്നത് മുസ്ലിമിൻ്റെ സ്വഭാവമല്ല. വൻഖിയാദിൻ, ഇൻഖിയാദ് എന്നാൽ അത് നടപ്പിലാക്കണം. അത് ഉപേക്ഷിച്ച് കളയാൻ പാടില്ല. കുറച്ച് കാലയിൽ നടന്ന് പിന്നെ അത് തള്ളിക്കളയുക, ഉപേക്ഷിച്ച് കളയുക. അതിനനുസരിച്ച് ജീവിക്കാതിരിക്കാതെ പാടില്ല, അതിനനുസരിച്ച് ജീവിച്ചിരിക്കണം. വൽ കബൂലിലഹ, കബൂൽ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കണം, തള്ളാൻ പാടില്ല. കേട്ട ഉടനെ തള്ളുക, അതല്ലെങ്കിൽ സ്വീകരിച്ച് കുറച്ചു കാലം കഴിഞ്ഞ് നിരാകരിക്കുക, ഇതൊന്നും പാടില്ല. അറിവ് വേണം, ഉറച്ച വിശ്വാസം വേണം. അതുപോലെ സത്യസന്ധമായി ആത്മാർത്ഥമായി പറഞ്ഞായിരിക്കണം, സത്യസന്ധമായി പറഞ്ഞായിരിക്കണം. അതിന് കീഴൊതുങ്ങണം, അത് സ്വീകരിക്കണം. അപ്പോൾ നോക്കൂ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹുവിൻ്റെ ഏറെ മഹത്തരമായ 2 പേരുകൾ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ 2 പേരുകൾ ഒരുമിച്ച് ഖുർആനിൽ 3 ഇടത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. ഏത് 2 പേരുകൾ? അൽ ഹയ്യു, ഖയ്യൂം ഒരുമിച്ച്. അതേസമയം വേറെ ഈ പേര് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് തവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഖുർആനിൽ സൂറത്തു അൽ ഫുർഖാനിൽ വന്നതാണ്. ഹയ്യായ എന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിൽ നീ തവക്കുലാക്കുക. എന്നാൽ ഈ 2 പേരും ഒരുമിച്ച് ഖുർആനിൽ 3 ഇടത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. ഒന്ന് ആയത്തുൽ കുർസി, രണ്ടാമത്തേത് സൂറത്തു ആല ഇമ്രാനിൽ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ് സൂറത്തു ആല ഇമ്രാൻ തുടങ്ങുന്നത്. മൂന്നാമത്തെ സൂറത്ത് ത്വാഹയിലാണ് അള്ളാഹു പറഞ്ഞു വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ദുൽമ. അന്ന് മുഖങ്ങളെല്ലാം ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവിന് കീഴൊതുങ്ങിയിരിക്കും. പരലോകത്തെക്കുറിച്ച് പറയുകയാണ്. ഹയ്യും ഖയ്യൂമുമായവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹുവിനെ വിളിക്കാറുണ്ടായിരുന്ന 2 പേരുകളാണ് എന്ത്? ഹയ്യും ഖയ്യൂം. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാഹിൽ അഅ്ളം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്. വിളിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന് ഉറപ്പുള്ള റബ്ബിൻ്റെ പേര് അടങ്ങിയിരിക്കുന്ന ദുആ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദുആകളുണ്ട്. ഉദാഹരണത്തിന് اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. دعاء جيدال دعاء كتر لبكنا. متى اللهم إني أسألك بأن لك الحمد لا إله إلا أنت المنان بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم. ഒരു സഹാബി ഇത് വിളിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. നബി പറഞ്ഞു ഈ വിളി അള്ളാഹുവിനെ വിളിച്ചാൽ അതിനുശേഷമുള്ള കാര്യത്തിന് ഉത്തരം ലഭിക്കും എന്നാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ ദുആകളിൽ വന്നിട്ടുള്ള പേരാണത് അൽ ഹയ്യു അൽ ഖയ്യൂം. വിളിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുന്ന പേരുകളാണത് എന്നാണ്. എന്താണ് അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ? എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അവൻ്റെ ഹയാത്തിന് ഒരിക്കലും ഒരു ന്യൂനത ഉണ്ടായിട്ടില്ല, ഒരു കുറവ് വന്നിട്ടില്ല. നമ്മുടെ എല്ലാം ഹയാത്ത് കുറവുകളുള്ള ഹയാത്താണ്. കാരണം മുമ്പ് നമുക്കിതുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇത് അവസാനിക്കുകയും ചെയ്യും, മരിക്കും. അതുപോലെ അതിനിടയിൽ ഉറങ്ങുന്നു. അത് യഥാർത്ഥ ഹയാത്തിനെ ബാധിക്കുന്നതാണ്. രോഗം ബാധിക്കും. നമ്മുടെ ഹയാത്ത് പൂർണ്ണമാണോ? അല്ല. ഒന്നിനും സാധിക്കാത്ത ആളുകളെ കുറിച്ച് പറയാറുണ്ടല്ലോ, ഒരു ചൊല്ലായി പറയാറുണ്ടല്ലോ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞാൽ അയാൾ ജീവൻ പേരിൽ മാത്രമാണ്. അള്ളാഹുവിൻ്റെ ഹയാത്ത് പരിപൂർണമായ ഹയാത്താണ്. അതുകൊണ്ടാണ് അവൻ്റെ അറിവ്, അവൻ്റെ കഴിവ് തുടങ്ങിയ അവൻ്റെ സിഫത്തുകൾ, അവനിലുള്ള അവൻ്റെ സിഫത്തുകൾ
റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. റബ്ബ് എല്ലാം അറിയുന്നവനാണ്. അവൻ ഏത് കാര്യത്തിനും കഴിവുള്ള റബ്ബാണ്. തുടങ്ങിയ അള്ളാഹുവിൻ്റെ അവൻ സമീആൻ, എല്ലാം കേൾക്കുന്നവനാണ്. അലീം, അവനെല്ലാം അറിയുന്നവനാണ്. അവൻ ബസീർ, എല്ലാം കാണുന്നവനാണ്. ഈ വക വിശേഷണങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഹയ്യിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം അവൻ്റെ ഹയാസ് പരിപൂർണമാണ്. ഖയ്യൂം, സകലതിനെ നിയന്ത്രിക്കുന്നവനാണവൻ. അത് അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്, സകലതിനെയും നിലനിർത്തുന്നവനവനാണ് ഖയ്യൂം. അതുപോലെ സകലതും നിലനിൽക്കുന്നത് അവനെ കൊണ്ടാണ്. ഈ രണ്ടർത്ഥം ഖയ്യൂമിനുണ്ട്. എല്ലാ പടപ്പുകളും നിലനിൽക്കുന്നത് റബ്ബിനെ കൊണ്ടാണ്. അതുകൊണ്ട് നോക്കൂ, ഖയ്യൂം എന്ന അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഫഅലിയായ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്നവൻ്റെ വിശേഷണങ്ങൾ മുഴുവൻ അടങ്ങിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിക്കുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുന്നവയെ അവൻ സൃഷ്ടിക്കും. റിസ്ക് നൽകുന്നവനാണ്. അവൻ നിയന്ത്രിക്കുന്നവനാണ്. ഈ വക അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെല്ലാം ഖയ്യൂം എന്ന അവൻ്റെ പേരിൽ അടങ്ങി. കാരണം അവൻ പടപ്പുകളെ നിലനിർത്തുന്നവനാണ്. അവനാകട്ടെ സ്വയം നിലനിൽക്കുന്നവനാണ്. ഒരാളുടെയും ആശ്രയം റബ്ബിന് ആവശ്യമില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നോക്കൂ, ഈ അവൻ്റെ പരിപൂർണമായ ഹയാത്ത്, അവൻ്റെ പരിപൂർണമായ ഖയ്യൂമിയത്ത് കൊണ്ടാണ് അവനെക്കുറിച്ച് എന്തു പറഞ്ഞത്? ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. ലാ തഅഖുദുഹു, അവനെ ബാധിക്കുകയില്ല. സിനത്ത് എന്നാൽ ഒരു മയക്കം. വലാ നൗം, ഉറക്കവും അവനെ ബാധിക്കുകയില്ല. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യനാം, അല്ലാഹു ഉറങ്ങുകയില്ല. വമാ യൻബഗി ലഹു അൻ യനാം, ഉറങ്ങുക എന്നത് അവന് യോജിക്കുകയില്ല. യഖ്ഫിദുൽ ഖിസ്ത വയർഫഉ, അവൻ തുലാസ് താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ വഅമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ, അവൻ്റെ അരികിലേക്ക് രാത്രി ചെയ്ത പ്രവർത്തനങ്ങൾ കയറിപ്പോകുന്നു. രാവിലെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മുന്നേ പകലിൽ ആളുകൾ ചെയ്ത പ്രവർത്തനങ്ങൾ അവനിലേക്ക് കയറിപ്പോകുന്നു. രാത്രി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മുന്നേ. ഹിജാബുഹുൻ നൂർ, അവൻ്റെ മുഖത്തിനു മുന്നിലെ മറ അത് പ്രകാശമാണ്. ലൗ കശഫഹു, അവനെങ്ങാനും അത് നീക്കിയിരുന്നുവെങ്കിൽ ലഅഹ്റഖത് സുബുഹാതു വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, അവൻ്റെ മുഖത്തിൻ്റെ തിളക്കം, അവൻ്റെ ദൃഷ്ടി എത്തുന്ന ഇടമെല്ലാം കരിച്ചു കളയുമായിരുന്നു. ഈ 5 വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് നിന്നു എന്ന് സഹാബി പറയുകയാണ്. അപ്പം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, അഖീദ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. മനസ്സിലായില്ലേ? അഖീദ ജനങ്ങളെ പഠിപ്പിക്കും. ഇത് പറഞ്ഞത് മുഴുവൻ അഖീദയാണ്. ഇന്നല്ലാഹ ലാ യനാം വമാ യൻബഗി ലഹു അൻ യനാം, അല്ലാഹു ഉറങ്ങുകയില്ല, അവൻ ഉറക്കമെന്നത് യോജിക്കുകയില്ല. യഖ്ഫിദുൽ ഖിസ്ത വയർഫഉ, അവൻ തുലാസ് താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. ആളുകളുടെ റിസ്ക് റബ്ബ് നൽകുന്നത് പോലെയാണ്. അവരുടെ ദാരിദ്ര്യവും സമ്പന്നതയുമെല്ലാം അവനിലേക്ക് അമലുകൾ കയറിപ്പോകുന്നു. രാവിലെയും പകലും ചെയ്യുന്ന, രാത്രിയും ചെയ്യുന്ന അമലുകൾ. അവൻ്റെ മുഖത്തിന് മുന്നിലെ പ്രകാശം, മറ, അവൻ്റെ മുഖത്തിന് മുന്നിലെ മറ അത് പ്രകാശമാണ്. അതെങ്ങാനും അവൻ നീക്കിയിരുന്നെങ്കിൽ അവൻ്റെ ദൃഷ്ടി എത്തുന്നിടം മുഴുവൻ കരിഞ്ഞു പോകുമായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെക്കുറിച്ച് പറയുകയാണ്. റബ്ബിനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും മഹത്തരമായ അറിവ്. എല്ലാ ഇൽമും തൂക്കി നോക്കിയാൽ ഏറ്റവും തൂക്കമുള്ള ശ്രേഷ്ഠതയുള്ള അറിവ് എന്തറിവാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. റബ്ബിനെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. അതാണ് ഒരാളുടെ ഈമാൻ വർദ്ധിപ്പിക്കുക. അതാണ് ഒരാളെ നന്നാക്കുക. അതുപോലെ വേറൊരു അറിവും ഒരു മനുഷ്യനെ നന്നാക്കുകയില്ല. അള്ളാഹുവിനെ കുറിച്ച്, നിൻ്റെ റബ്ബിനെ കുറിച്ച് നീ പറയുക, പഠിക്കുക. ഖുർആനിൽ ഏറ്റവും അധികമുള്ളത് അള്ളാഹുവിനെ കുറിച്ചാണ്. റബ്ബിൻ്റെ പേരുകൾ, അവൻ്റെ വിശേഷണങ്ങൾ. ഏത് ആയത്തുകൾ എടുത്തു നോക്കും, ചിലപ്പോൾ അത് പഴയകാല ചരിത്രം പറയുന്ന ആയത്തായിരിക്കും. അവസാനിക്കുന്നത് അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞിട്ടായിരിക്കും. ഒരു വിധിവിലക്ക്, ദീനിൻ്റെ ഒരു നിയമം പഠിപ്പിക്കുന്ന ആയത്തായിരിക്കും. പക്ഷെ അവസാനിക്കുന്നത് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞിട്ടായിരിക്കും. ഇങ്ങനെ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അവൻ്റെ പേരുകളും വിശേഷണങ്ങളുമാണ് ഏറ്റവും അധികം അള്ളാഹുവിൻ്റെ കിതാബിലുള്ളത്. കാരണം ഏറ്റവും നമുക്ക് ഉപകാരപ്പെടുക അതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനവും അതാണ്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, അവനെ ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. കാരണം ഉറക്കം അഖുൽ മൗത്ത്, മരണത്തിൻ്റെ സഹോദരനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ഒരിക്കലും
റബ്ബിൻ്റെ ഹയാത്തിന് യോജിക്കുകയില്ല. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ലഹു അവൻ്റേതാണ്, മാ ഫിസ് സമാവാത്ത് ആകാശങ്ങളിലുള്ളത് മുഴുവൻ, വമാ ഫിൽ അർദ് ഭൂമിയിലുള്ളത് മുഴുവൻ. മറ്റ് ചില ആയത്തുകളിൽ ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുള്ളതാണെന്ത്? അതിനിടയിലുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ആകാശങ്ങളെയും ഭൂമിയെയും പോലെ അള്ളാഹു എണ്ണിയിരിക്കുന്ന അതിനിടയിലുള്ളത്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അതുപോലെ ഈ രണ്ടിൻ്റെയും പോലെ വലിപ്പം ഉണ്ടായിരിക്കാം അതിനിടയിലുള്ള പാകത്തിനും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഭൂമിയിലുള്ളത് എന്തൊക്കെയാണ്? കോടാനുകൂടി അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യർ, ജീവികൾ, മരങ്ങൾ, സമുദ്രങ്ങൾ, മണ്ണുകൾ, മണ്ണും സമുദ്രവും പുഴയും, ഇങ്ങനെ എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത അള്ളാഹുവിൻ്റെ പടപ്പുകൾ ഭൂമിയിലുണ്ട്. അതുപോലെ ആകാശലോകത്ത് കോടാനുകൂടി മലായിക്ക, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നമുക്കറിയാത്തതുപോലെ ഇതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അള്ളാഹുവാണ് അതിനെല്ലാം പടച്ചതും അതിനെല്ലാം നിയന്ത്രിക്കുന്നതും. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇതുകൊണ്ട് തന്നെ നോക്കൂ, അള്ളാഹുവിൻ്റെ മുൽക്ക് മനസ്സിലായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം നീ ചോദിക്കുന്നത്, നീ അവലംബം അർപ്പിക്കുന്നത് നിന്നെപ്പോലൊരു ഫക്കീറില്ല. നീ ഖനിയായ, ഏറ്റവും ഖനിയായ റബ്ബിൽ അവലംബം അർപ്പിക്കുക, അവനിലേക്ക് കൈകൾ ഉയർത്തുക. അവനാകട്ടെ ചോദിക്കാൻ പറഞ്ഞവനാണ്, പടപ്പുകളാകട്ടെ ചോദിക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി. അള്ളാഹുവിനോട് ചോദിക്കാത്തവരോട് അള്ളാഹു കോപിക്കുന്നു. ഒരു കവി പാടുകയുണ്ടായി, അള്ളാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ളബു. അള്ളാഹു നീ ചോദിക്കാഞ്ഞാൽ കോപിക്കും. മനുഷ്യരാകട്ടെ, ആദമിൻ്റെ മക്കളാകട്ടെ, നീ ചോദിച്ചാലാണ് അവൻ്റെ ദേഷ്യം വരിക. പൊതുവെ ഒരാളോട് തന്നോട് ചോദിക്കുക എന്നത് മനുഷ്യന് ഇഷ്ടപ്പെടുകയില്ല, മനുഷ്യനെ അലോസരപ്പെടുത്തുന്ന കാര്യമാണ്. അവൻ്റെ കയ്യിലുള്ളതിന് ആളുകൾ കണ്ണുവെച്ചിരിക്കുന്നു എന്നത് മനുഷ്യന് അലോസരം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നബിയോട് ഒരാൾ ചോദിച്ചു, നബിയെ, ജനങ്ങൾ എന്നെ സ്നേഹിക്കാനും അള്ളാഹുവിനെ സ്നേഹിക്കാനും ഞാൻ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഹദ് മാ ഫി ദുനിയ യുഹിബ്ബക അല്ലാഹ് വസ്ഹദ് മാ ഫി ഐദി നാസ് യുഹിബ്ബക നാസ്. ദുനിയാവിനോട് നീ വിരക്തി കാണിക്കുക, അതിൽ ആശ മുറിച്ചേക്കുക, അള്ളാഹു നിന്നെ സ്നേഹിക്കും. നീ ആളുകളുടെ കയ്യിലുള്ളതിനോട് സുഹൃദ് കാണിക്കുക, എങ്കിൽ ആളുകൾ നിന്നെ സ്നേഹിക്കും. യഥാർത്ഥത്തിൽ സുഹൃദിൻ്റെ ഭാഷാർത്ഥം എന്താണ്? ഒരു വസ്തുവിന് ഒരാൾ വില കാണാതിരിക്കുക, അതാണ് സുഹൃദ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാമിനെ സഹോദരങ്ങൾ കൊണ്ടുപോയി കിണറ്റിൽ നിന്ന്, സഹോദരങ്ങൾ കിണറ്റിലിട്ടപ്പോൾ കിണറ്റിൽ നിന്ന് ആളുകൾ എടുത്തു കൊണ്ടുപോയി മിസ്റിൽ വിറ്റു, അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് എടുത്തവർ യാത്രാസംഘത്തിന് വിറ്റു. അതേക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് കാണാം, വശറൗഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ. യൂസുഫിനെ അവർ അലൈഹിസ്സലാം ഏതാനും വളരെ തുച്ഛമായ വിലക്ക്, ഏതാനും ദിർഹമുകൾക്ക് വിറ്റു. വകാനു ഫീഹി മിനസ്സാഹിദീൻ. അവർക്ക് യൂസുഫിനെ അവരുടെ കണ്ണിൽ യാതൊരു വില ഉണ്ടായിരുന്നില്ല. വകാനു ഫീഹി മിനസ്സാഹിദീൻ. അത് സുഹൃദിൻ്റെ അർത്ഥം. ഒന്ന് വില കാണാതിരിക്കുക എന്നത്. ദുനിയാവിന് നീ വില കാണാതിരുന്നാൽ അത് നശ്വരമാണ്, നശിച്ചു പോകുന്നതാണ്. പരലോകത്തേക്ക് ഉപയോഗപ്പെടുത്താൻ മാത്രം നീ അതിനെ കണ്ടാൽ അള്ളാഹു നിന്നെ സ്നേഹിക്കും. അതുപോലെ ആളുകളുടെ കയ്യിലുള്ളത് നീ വില വെക്കാതിരിക്കുക. അവൻ്റെ അടുത്ത് എന്താ ഉള്ളത്, മറ്റേ അടുത്ത് എന്താ ഉള്ളത്, എന്നിട്ട് അതിന് കണ്ണ് വെക്കുകയും അതേക്കുറിച്ച് ആളുകളോട് ചോദിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുകയില്ല. മനസ്സിലായില്ലേ? എൻ്റെ കയ്യിലുള്ളതിന്, എൻ്റെ പൈസയെക്കുറിച്ചും എൻ്റെ കയ്യിലുള്ള വസ്തുവകളെക്കുറിച്ചും ഒരാളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു, ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പ്രയാസം ഉണ്ടാക്കും. മനുഷ്യരുടെ സ്വഭാവമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വസ്ഹദ് മാ ഫി ഐദിൻ നാസ് യുഹിബ്ബക നാസ്. ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് നീ സുഹൃദ് കാണിക്കുക. യുഹിബ്ബക നാസ്, അള്ളാഹു, ജനങ്ങൾ നിന്നെ സ്നേഹിക്കും. മറിച്ച് എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് അവൻ്റെ ഫضലിൽ നിന്ന് ചോദിക്കുക. വലാ തതമന്നൗ മാ ഫضല അല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ് ലിർരിജാലി നസീബുൻ മിമ്മ ഇക്തസബു വലിന്നിസാഇ നസീബുൻ മിമ്മ ഇക്തസബ്ന വസ്അലുല്ലാഹ മിൻ ഫضലിഹി. സൂറത്തുൻ നിസായിൽ അള്ളാഹു ആണിനും പെണ്ണിനും സ്വത്തോഹരി വെച്ച ആയത്തുകൾക്ക് ശേഷം പറഞ്ഞു, എന്ത്? നിങ്ങൾ അള്ളാഹു ആളുകൾക്ക് കൊടുത്തതിൽ ആശ ഇങ്ങനെ വെച്ച് നടക്കരുത്. പുരുഷന് അവൻ സമ്പാദിച്ച് അള്ളാഹു കൊടുത്തിട്ടുണ്ട്, പെണ്ണിന് അവൾ സമ്പാദിച്ച് അള്ളാഹു കൊടുത്തിട്ടുണ്ട്, ഓരോരുത്തർക്കും യോജിച്ച് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പുരുഷന് ഇത്ര ഓഹരി ഉണ്ടല്ലോ എന്നതിൽ സ്ത്രീകൾ ആശങ്കപ്പെടരുത്, അത് ആഗ്രഹിച്ച് നടക്കരുത്. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? വസ്അലുല്ലാഹ മിൻ ഫضലിഹി. അള്ളാഹുവിനോട് അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുക.
ഈ കണ്ട ഖജനാവുകളൊക്കെ അള്ളാഹുവിൻ്റെതാണ്. ഏത് പണക്കാരൻ്റെ പണവും റബ്ബ് കൊടുത്തതാണ്. അവൻ്റെ കയ്യിലാണ് ആകാശഭൂമികളുടെ ഖജനാവുള്ളത്. അതുകൊണ്ട് അവനോട് ചോദിക്കുക, ആളുകളുടെ മുന്നിൽ അതിനുവേണ്ടി നീ താണുപോകാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ പക്കലുള്ളത് അവനെ അനുസരിച്ചിട്ടേ നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫഅജ്മിലൂ അത്തലബ്, നിങ്ങൾ ഭംഗിയായി തേടുക, മാന്യമായി മാത്രം ദുനിയാവ് തേടുക. അതല്ലാതെ എന്ത് ചെയ്യരുത്, ഷറാഫുൻ നഫ്സ്, അതിനുവേണ്ടി സ്വന്തത്തെ അപമാനിച്ച് കളയുന്ന, അവനവൻ്റെ വില കളയുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യരുത്. മറിച്ച് മാന്യമായി അന്തസ്സായി മാത്രമേ ദുനിയാവ് തേടാൻ പാടുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ചല്ലാതെ കിട്ടുകയില്ല. അതുകൊണ്ട് അഹങ്കരിക്കേണ്ടതില്ല, മറിച്ച് മാന്യമായി പെരുമാറുക. വിനയം കൈവിടേണ്ടതില്ല. പക്ഷെ അത് എന്ത് ചെയ്യരുത്, ഒരു നിന്ദതയിലേക്ക് പോകാൻ പാടില്ല. അള്ളാഹുവിൻ്റെതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. മൻ ദല്ലദീ, ആരുണ്ട്, ആരാണുള്ളത്, യശ്ഫഉ ഷഫാഅത്ത് പറയാൻ, ശുപാർശ പറയാൻ, ഇൻദഹു അള്ളാഹുവിൻ്റെ അരികിൽ, ഇല്ലാ ബിഇദ്നിഹി, അവൻ്റെ അനുമതിയോടെയല്ലാതെ. അള്ളാഹുവിങ്കിൽ ശുപാർശ പറയണോ എങ്കിൽ ഷാഫിഇന്, ശുപാർശ പറയുന്നയാൾക്ക് അള്ളാഹുവിൻ്റെ ഇതിന് വേണം, അനുമതി വേണം. ആർക്ക് വേണ്ടിയാണോ ശുപാർശ, അവന് വേണ്ടി ശുപാർശ പറയുന്നതിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും വേണം. ഈ രണ്ട് നിബന്ധന ഉണ്ടെങ്കിലേ ശുപാർശ നടക്കുകയുള്ളൂ. പരലോകത്ത് അള്ളാഹുവിനോട് ശുപാർശ പറയും. ആര്? നബിമാർ പറയും, മലായിക്കത്ത് പറയും, മുഅ്മിനുകൾ പറയും. എല്ലാവരുടെ ശുപാർശയും കഴിഞ്ഞാൽ റബ്ബ് പറയും, എന്ത്, ഇനി അർഹമുർ റാഹിമീൻ മാത്രമേ ബാക്കിയുള്ളൂ. എന്നിട്ട് റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവരെ, അവനിൽ പങ്കു ചേർക്കാത്തവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നാണ്. പരലോകത്ത് ശുപാർശയുണ്ട്. ആ ശുപാർശ ലഭിക്കണമെങ്കിൽ, ആ ശുപാർശ നടക്കണമെങ്കിൽ രണ്ട് നിബന്ധനയുണ്ട്. ഒന്ന്, ഷാഫിഇന് അള്ളാഹു അനുവാദം നൽകണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹു അനുവാദം നൽകിയാലാണ് നബി ശുപാർശ പറയുക. ഇഷ്ഫ, ശുപാർശ പറയുക. തുഷഫ, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും എന്ന് നബിയോട് റബ്ബ് പറഞ്ഞാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയുക. ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? ഇനിയോ ആർക്ക് വേണ്ടിയാണോ ശുപാർശ, അവന് വേണ്ടി ശുപാർശ പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി അക്കാര്യത്തിൽ വേണം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു മലക്കുകളെ കുറിച്ച്, വലാ യശ്ഫഊന, അവർ ശുപാർശ പറയുകയില്ല, ഇല്ല ലിമൻ ഇർതദാ, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ല. ആർക്കാണ് അള്ളാഹുവിൻ്റെ തൃപ്തി? ആർക്ക് ശുപാർശ ലഭിക്കുന്നതിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി? മുവഹിദുകൾക്ക് മാത്രം, അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്തവർക്ക് മാത്രം. മുശ്രിക്കുകൾക്കോ വലാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ, ഒരു ശുപാർശകൻ്റെ ശുപാർശയും അവന് പ്രയോജനപ്പെടുകയില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർ അതിലേക്ക് തിരിയുന്നത് പലപ്പോഴും എന്ത് പേര് പറഞ്ഞിട്ടാണ്? ഈ ഷഫാഅത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ്. അത് പറഞ്ഞ് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞവന് കിട്ടിയത് നേരെ അതിൻ്റെ എതിരാണ്. ശുപാർശ അവന് തടയപ്പെടുകയാണ് ചെയ്യുക. ഒരു നബിയും മുശ്രിക്കിന് വേണ്ടി ശുപാർശ പറയുകയില്ല. ഒരു മുഅ്മിനും അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിച്ചവന് വേണ്ടി ശുപാർശ പറയുകയില്ല. എല്ലാ ശുപാർശയും മുശ്രിക്കിന് തടയപ്പെട്ടു. ഷിർക്ക് സംഭവിച്ചോ സകല ശുപാർശയും പോയി. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇബ്രാഹിം അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, പരലോകത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയും, റബ്ബേ, നീ അന്ത്യനാളിൽ എന്നെ അപമാനിക്കുകയില്ല എന്ന് എനിക്ക് വാഗ്ദാനം നൽകിയതാണല്ലോ. ഇബ്രാഹിം നബിയുടെ ദുആണ്, വലാ തുഖ്സിനി യൗമ യുബഅഥൂൻ, എന്നെ ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ റബ്ബെ എന്നെ നീ അപമാനിക്കരുത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് പറയും. റബ്ബെ അയ്യു ഖിസിൻ, അള്ളാഹുവെ എന്ത് അപമാനമുണ്ട് ഇങ്ങനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു പിതാവ് ഉണ്ടായിരിക്കുക എന്നതിനോളം വലിയ അപമാനം ഏതുണ്ട്? ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് പറയുമെന്ന്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറയുന്ന മറുപടി എന്താ? അള്ളാഹുവിൻ്റെ അരികിൽ അവൻ്റെ വാക്ക് തിരുത്തപ്പെടുകയില്ല. എന്താണ് അവൻ്റെ വാക്ക്? മുശ്രിക്കുകൾക്ക് സ്വർഗമില്ല എന്നതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പിതാവിൻ്റെ രൂപം അവിടെ വെച്ച് മാറ്റപ്പെടും, ഒരു ജന്തുവിൻ്റെ രൂപത്തിലേക്ക് മാറ്റപ്പെടും. എന്നിട്ട് കാലുകൾക്ക് പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയും. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പിതാവിൻ്റെ കഥയാണ്. ആസറിന് അന്ത്യനാളിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുവഹിദുകളുടെ മുഴുവൻ ഇമാം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പിതാവിൻ്റെ
കാര്യമാണിത്. എന്താണ് കാരണം? തൗഹീദില്ലാതെ രക്ഷയില്ല. ഏറ്റവും അള്ളാഹുവിനോട് അടുത്തവർ, ഏറ്റവും അടുത്ത ബന്ധുക്കളായാൽ പോലും തൗഹീദില്ലേ യാതൊരു രക്ഷയുമില്ല, ശാശ്വത നരകമാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് സഹായിച്ചതുപോലെ സുബ്ഹാനല്ലാഹ് സഹായിച്ച എത്ര പേരുണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി എന്നെ നിങ്ങൾ മണ്ണിൽ വെച്ചാലല്ലാതെ, എന്നെ ഖബറിൽ വെച്ചാലല്ലാതെ മുഹമ്മദിനെ തൊടാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് അബൂ താലിബ് പറഞ്ഞത്. പക്ഷേ ആൾ ശാശ്വത നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ശുപാർശ പോലും ആളെ നരകത്തിന് പുറത്തെത്തിച്ചില്ല. മുശ്രിക്കുകൾക്ക് ശുപാർശ പ്രയോജനപ്പെടുകയില്ല എന്നതിൽ നിന്ന് ഇളവ് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ആർക്കാണ്? അബൂ താലിബിന്. പക്ഷേ ആ ശുപാർശ പോലും ആളെ നരകത്തിന് പുറത്തെത്തിക്കുകയില്ല. ശാശ്വത നരകമാണ്. എന്താണ് ആകെ കിട്ടിയത്? നരകത്തിൻ്റെ അടിത്തട്ടിലായ ആകുമായിരുന്നു. പക്ഷേ നരകത്തിൻ്റെ ബഹ്ദാഹിൽ, അതിൻ്റെ മുകൾ പരപ്പിലാണ് അബൂ താലിബ്. ഇരു കാലുകളിൽ തീ കൊണ്ടുള്ള ചെരിപ്പണിയിക്കപ്പെടുകയാണ് ചെയ്യുക. പക്ഷേ അതുകൊണ്ട് ആളുടെ തലച്ചോറ് തിളച്ചു മറിയും. ആൾ വിചാരിക്കുന്ന എനിക്കാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഷിർക്കിലായി ജീവിച്ചു മരിച്ചവന് ഒരാളുടെ ശുപാർശയും പ്രയോജനപ്പെടുകയില്ല. അവർക്ക് വേണ്ടി അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുന്ന ശുപാർശയില്ല. രണ്ട് നിബന്ധനമാണ് ശുപാർശക. ഒന്ന്, ശുപാർശകന് ഷാഫിഇന്, ശുപാർശ പറയുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെ അനുമതി. രണ്ട്, ആർക്ക് വേണ്ടിയാണോ ശുപാർശ അവർക്ക് ശുപാർശ ലഭിക്കണമെന്ന് അവർക്ക് ശുപാർശ നടക്കുന്നതിൽ അള്ളാഹുവിൻ്റെ തൃപ്തി വേണം. അതാർക്കേ ഉള്ളൂ? മുവഹിദുകൾക്ക് മാത്രം. ശിർക്ക് സംഭവിച്ചാൽ എല്ലാ ശുപാർശയും അറ്റുപോയി. മുഅ്മിനുകളാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനുകൾ അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നാളെ പരലോകത്ത് റബ്ബിനോട് വാദിക്കുമെന്ന്. റബ്ബെ, അവർ ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചവരാണ്, ഞങ്ങളുടെ കൂടെ നോമ്പെടുത്തവരാണ്, ഞങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്തവരാണ്. മുഅ്മിനുകൾ റബ്ബിനോട് പറയുമെന്ന്. സുബ്ഹാനല്ലാഹ്, ഹദീസ് നമ്മെ ഭയപ്പെടുത്തേണ്ട ഹദീസാണ്. കാരണം നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഹജ്ജ് ചെയ്യുകയും ഒക്കെ ചെയ്തവർ പോലും അവരുടെ തിന്മകളുടെ പേരിൽ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. അള്ളാഹു പുറത്തു കൊടുത്തില്ല എങ്കിൽ, നേരെ പുറത്തു കൊടുത്തില്ല എങ്കിൽ, അള്ളാഹു അവരെ നരകത്തിൽ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ശിക്ഷ അനുഭവിക്കും അവർ. പക്ഷേ ശരിയാണ്, മുവഹിദുകളുടെ അവസാന സങ്കേതം സ്വർഗമാണ്. എന്നാൽ മുഅ്മിനുകൾ നോക്കൂ, സംസാരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി. എന്തുകൊണ്ടാണ്? അവർ മുവഹിദുകളാണ്, അള്ളാഹുൽ പങ്കു ചേർത്തിട്ടില്ല. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. യഅലമു, അള്ളാഹു പറയുന്നു, മാ ബൈന ഐദീഹിം, അവർക്ക് മുന്നിലുള്ളത് എന്നാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും. വമാ ഖൽഫഹും, ഖൽഫ അവർക്ക് പിന്നിലുള്ള, അഥവാ അവർ എന്താണോ വിട്ടേച്ച് കളഞ്ഞ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ കഴിഞ്ഞുപോയ കാലം, അതും അള്ളാഹു അറിയുന്നു. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള അള്ളാഹുവിനെ കുറിച്ച് ഒരറിവും അവർക്ക് പരിപൂർണമായി അറിയാൻ കഴിയില്ല. ഇല്ലാ ബിമാ ഷാ, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. അള്ളാഹു ഉദ്ദേശിച്ച ഏതാനും കാര്യങ്ങളെ അവർക്ക് അറിയാൻ കഴിയുകയുള്ളൂ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അറിവിൽ നിന്ന് അല്പം മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അറിവിൽ നിന്ന് അല്പം മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂസ അലൈഹിസ്സലാമും ഖദിർ അലൈഹിസ്സലാം കപ്പലിൽ സഞ്ചരിക്കവേ ഒരു ചെറിയ കുരുവി വന്ന് കടലിൽ കൊക്കിങ്ങനെ മുക്കിയെടുത്തു. മൂസ അലൈഹിസ്സലാമിനോട് ഖദിർ പറഞ്ഞു, എൻ്റെയും താങ്കളുടെയും ലോകരുടെ മുഴുവനും അറിവ് അള്ളാഹുവിൻ്റെ അറിവുമായി തട്ടിച്ചു നോക്കിയാൽ ഈ കുരുവി അതിൻ്റെ ചെറിയ കൊക്കിങ്ങനെ വെള്ളത്തിൽ മുക്കിയെടുത്ത പോലെ മാത്രമാണ്. മുഴുവൻ പടപ്പുകളുടെയും അറിവും അള്ളാഹുവിൻ്റെ അറിവും തട്ടിച്ചു നോക്കിയാൽ ഇത്ര മാത്രമാണ്. നമുക്ക് എത്ര അറിവുണ്ട് എങ്കിലും അള്ളാഹുവിൻ്റെ അറിവിൽ അത് ഒന്നുമല്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വഫൗക കുല്ലി ദി ഇൽമിൻ അലീം. വഫൗക കുല്ലി ദി ഇൽമിൻ അലീം. ഏത് അറിവുള്ളവർക്ക് മുകളിൽ അവരെക്കാൾ അറിവുള്ള ഒരാളുണ്ടായിരിക്കും. എത്ര അറിവുള്ള ഒരാളെ നമ്മൾ ദുനിയാവിൽ കണ്ടാൽ അതിന് മുകളിൽ അറിവുള്ള ഒരാൾ, അതിന് മുകളിൽ അറിവുള്ള ഒരാൾ, ഇങ്ങനെ പോകും. ഒടുവിൽ അത് അല്ലാമുൽ ഗുയൂബായ, എല്ലാം അറിയുന്നവനായ റബ്ബിൽ അവസാനിക്കും. അവനേക്കാൾ അറിവുള്ള ആരുമില്ല. വഫൗക കുല്ലി ദി ഇൽമിൻ അലീം എന്ന് അള്ളാഹു പറഞ്ഞത് കാണാം. ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض. وسع, വിശാലമായിരിക്കുന്നു. കുർസിയുഹു, അവൻ്റെ കുർസി,
സമാവാതി വൽ അർദ്, ആകാശങ്ങളെക്കാൾ ഭൂമിയേക്കാൾ, അതിനെല്ലാം ഉൾക്കൊള്ളാൻ വിശാലമായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്സമാവാതു സബ്ഉ ഫിൽ കുർസി ഇല്ലാ കഹൽഖത്തിൻ മുൽഖാത്തിൻ ബിഅർദി ഫലാത്തിൻ വഫദ്ലുൽ അർശി അലൽ കുർസി കഫദ്ലി തിൽക്കൽ ഫലാത്തി അലാ തിൽക്കൽ ഹൽഖ. 7 ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിൻ്റെ കുർസീനെ തട്ടിച്ചു നോക്കിയാൽ ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടൊരു ചെറിയ വളയം പോലെ മാത്രമാണ്. ഒരു മോതിരം കൊണ്ടുപോയി ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടാൽ, ഒരു വലിയ മരുഭൂമിയിൽ കൊണ്ടുപോയി ഒരു ചെറിയ മോതിരം ഇട്ടാൽ എന്താ ഈ മരുഭൂമിയും മോതിരവും ഈ വളയവും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ വലിപ്പം തമ്മിലുള്ള താരതമ്യം? ഇതുപോലെ മാത്രമാണ് 7 ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിൻ്റെ കുർസിയിൽ ഇങ്ങനെയാണ്. 7 ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിൻ്റെ കുർസിയിൽ അതിൻ്റെ വലിപ്പം ഇത്രയാണ്, ചെറിയ വളയം പോലെ. കുർസി മരുഭൂമി പോലെ. കഴിഞ്ഞില്ല. കുർസി അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുതല്ല, ഏറ്റവും വലുത് അർശാണ്, അള്ളാഹുവിൻ്റെ സിംഹാസനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫദ്ലുൽ അർശി അലൽ കുർസി കഫദ്ലി തിൽക്കൽ ഫലാത്തി അലാ തിൽക്കൽ ഹൽഖ. ഇതേ വ്യത്യാസമാണ് അള്ളാഹുവിൻ്റെ അർശും കുർസിയും തമ്മിലുള്ളത്. കുർസി അള്ളാഹുവിൻ്റെ അർശിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ വളയം പോലെ, ഒരു മോതിരമോ വളയോ ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടാൽ എങ്ങനെയാണ്, അതുപോലെയാണ് കുർസി അർശിനെ സംബന്ധിച്ചിടത്തോളം. ഇതെല്ലാം കുർസിയാകട്ടെ, അർശാകട്ടെ, ആകാശങ്ങളാകട്ടെ, ഭൂമിയാകട്ടെ, അതിൻ്റെ എല്ലാം മുഖയും അതിനെല്ലാം നിലനിർത്തുന്നവൻ ഖയ്യൂമാരാണ്, അള്ളാഹുവാണ്. അൽ ഹയ്യുൽ ഖയ്യൂം. ഇത് മുഴുവൻ നിലനിർത്തേണ്ടത് അള്ളാഹുവാണ്. അതെല്ലാം, ഇത് സകലതും അള്ളാഹുവിനെ ആശ്രയിച്ചു നിൽക്കുന്നു. അവൻ അക്ബറാണ്, ഇതിനേക്കാളെല്ലാം വലിയവനാണ്, ഇതിനേക്കാളെല്ലാം മുകളിലാണ്. അവനേക്കാൾ വലുത് മറ്റാരുമില്ല, അവനേക്കാൾ വലിപ്പമുള്ള മറ്റാരുമില്ല, അവന് മുകളിൽ മറ്റൊന്നുമില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, വലാ യഊദുഹു, അവന് പ്രയാസമാവും. എന്താണ് വലാ യഊദുഹു എന്ന് പറഞ്ഞാൽ? ഇതാ വസതിയയിൽ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഈ ആയത്ത് കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഐ ലാ യുക്രിസുഹു വലാ യുസ്ഖിലുഹു, അള്ളാഹുവിനത് പ്രയാസമുണ്ടാക്കിയില്ല. വലാ യുസ്ഖിലുഹു, അവന് ഭാരമാവുകയില്ല. എന്ത്? ഹെഫ്ദുഹുമ, ഇതിനെ രണ്ടിനെയും സംരക്ഷിക്കുക എന്നത്. ഇതിനെ രണ്ടിനെയും സംരക്ഷിക്കുക എന്നത്, ആകാശങ്ങളെയോ ഭൂമിയോ സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. അള്ളാഹുവാണ് ആകാശത്തെ വീണുപോകാതെ താങ്ങി നിർത്തുന്നവൻ. ഇന്നല്ലാഹ യുംസിക്കു സ്സമാവാതി വൽ അർദ അൻ തസൂല വലഇൻ സാലതാ ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദിഹി. അള്ളാഹുവാണ് ആകാശങ്ങളെയും ഭൂമിയെയും അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങാതെ പിടിച്ചു വെക്കുന്നവൻ. വലഇൻ സാലതാ, അതെങ്ങാനും നീങ്ങിപ്പോയിരുന്നെങ്കിൽ, അത് രണ്ടും നീങ്ങിപ്പോയിരുന്നെങ്കിൽ, ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദിഹി, അള്ളാഹു അല്ലാത്ത ഒരാളുമില്ല അതിനെ പിടിച്ചു വെക്കാൻ. അള്ളാഹു അല്ലാത്ത ഒരാളുമില്ല അതിനെ പിടിച്ചു വെക്കാൻ. എന്നിട്ട് നോക്കൂ, അള്ളാഹുവിൻ്റെ 2 ശ്രേഷ്ഠമായ പേരുകൾ പറഞ്ഞാണ് ഈ ആയത്ത് അവസാനിപ്പിച്ചത്. വഹു അൽ അലിയുൽ അലീം, അള്ളാഹു അൽ അലിയാണ്. അൽ അലി എന്നാൽ ഏറ്റവും മുകളിലുള്ളവനാണ്. അൽ അലീം എന്നാൽ ഏറ്റവും ആളമത്തുള്ളവനാണ്, മഹത്വമുള്ളവനാണ്. സകല മഹത്വമുള്ളവരെക്കാൾ അള്ളാഹു അഅ്ളമു മിൻ കുല്ലി അലീം, എല്ലാ മഹത്വമുള്ളവരെക്കാൾ മഹത്വമുള്ളവൻ റബ്ബാണ്. അള്ളാഹുവിൻ്റെ ആളമത്ത്, അവൻ്റെ മഹത്വം, അത് ശരിക്കും ഒരു മുസ്ലിം ഉൾക്കൊള്ളണം. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അദബുള്ളതല്ല, വാക്കല്ലാതെ പറയാൻ പാടില്ല. ഷർറ് അള്ളാഹുലേക്ക് ചേർത്തി പറയാവതല്ല. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ കാണാം, വശർറു ലൈസ ഇലൈക്, അള്ളാഹുവെ ഷർറ് നിന്നിലേക്ക് ചേർത്തി പറയാവതല്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്ത് നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു നോക്കൂ നിങ്ങൾ, അല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, അവനാണ് എനിക്ക് ഹിദായത്ത് നൽകുന്നവൻ, അവനാണ് എന്നെ ജീവിപ്പിക്കുന്നവൻ, അവനാണ് എന്നെ മരിപ്പിക്കുന്നവൻ, അവനാണ് എനിക്ക് ഭക്ഷണമേകുന്നവൻ, അവനാണ് എനിക്ക് വെള്ളം നൽകുന്നവൻ. വഇദാ മരിത്തു, എനിക്ക് രോഗം വന്നാൽ ഫഹുവ യശ്ഫീൻ, അവനാണ് എനിക്ക് ഷിഫ നൽകുന്നവൻ. എന്ത് പറഞ്ഞില്ല? എനിക്ക് രോഗം നൽകുന്നവൻ അവനാണെന്ന് പറഞ്ഞില്ല. വഇദാ മരിത്തു, എനിക്ക് രോഗമുണ്ടായാൽ ഫഹുവ യശ്ഫീൻ, അവനാണ് ഷിഫ നൽകുന്നവൻ. യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇതെല്ലാം രോഗവും ആരോഗ്യവും എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. പക്ഷെ അത് അള്ളാഹുവിനോടുള്ള മര്യാദയാണെന്ത്? ഷർറ് അവനിലേക്ക് ചേർത്ത് പറയാതിരിക്കുകയാണ്. എനിക്ക് രോഗം വന്നാൽ യശ്ഫീൻ, അവനാണ് ഷിഫ നൽകുന്നവൻ. മലായിക അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ജിന്നുകൾ, മുസ്ലിമീങ്ങളായ ജിന്നുകൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതായി സൂറത്തു അൽ ജിന്നിൽ അള്ളാഹു പറഞ്ഞു, വഅന്നാ ലാ നദ്രി, ഞങ്ങൾക്കറിയില്ല, അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർദ്,
ഭൂമിയിലുള്ളവർക്ക് ഉദ്ദേശിക്കപ്പെട്ടത്, അറാദ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു, ഉരീദ എന്ന് പറഞ്ഞാലോ ഉദ്ദേശിക്കപ്പെട്ടത്. ഉരീദ അഷറുൻ ഉരീദ, ഷർറാണോ ഉദ്ദേശിക്കപ്പെട്ടത് ബിമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവർക്ക് ഷർറാണോ ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല. അതല്ല, അറാദ ബിഹിം റബ്ബുഹും റഷദ, അവരുടെ റബ്ബ് അവർക്ക് നന്മയാണോ ഉദ്ദേശിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഷറിന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞില്ല? അറാദ ബിഹിം റബ്ബുഹും എന്ന് പറഞ്ഞില്ല, മറിച്ച് ഉരീദ ബിഹിം ഷർറുൻ ഉരീദ, ഷർറാണ് അവർക്ക് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല. അറാദ ബിഹിം റബ്ബുഹും റഷദ, അതല്ല റബ്ബ് അവർക്ക് റഷദാണോ ഖൈറാണോ ഉദ്ദേശിച്ചത്. ഇത് സുബ്ഹാനല്ലാഹ് ധാരാളമായി നമുക്ക് കാണാം. അള്ളാഹുവിനെ കുറിച്ചുള്ള വാക്കുകളിൽ മര്യാദ പുലർത്തുക, അള്ളാഹുവിനെക്കുറിച്ച് അവൻ്റെ ആളമത്ത് എപ്പോഴും മനസ്സിലുണ്ടാവുക. അള്ളാഹു നിനക്ക് പുറത്തു തരാൻ കാരണമാകുന്ന കാര്യമാണ്. റബ്ബിനെ കുറിച്ച് നിനക്ക് മനസ്സിൽ വിലയുണ്ടാകണം, അള്ളാഹുവിനെക്കുറിച്ച് മഹത്വം മനസ്സിലുണ്ടാകണം. വഹുവൽ അലിയുൽ അലീം. ഷെയ്ഖുൽ ഇസ്ലാം ഈ ആയത്തിന് ശേഷം പറഞ്ഞു, വലിഹാദ കാന മൻ ഖറഅ ഹാദിഹിൽ ആയത ഫി ലൈല, അതുകൊണ്ടാണ് ഈ ആയത്ത് ആരെങ്കിലും ഒരു രാത്രി പാരായണം ചെയ്താൽ ലം യസൽ അലൈഹി മിൻ അല്ലാഹി ഹാഫിദുൻ, അവൻ്റെ അരികിൽ ഒരു സംരക്ഷകൻ ഉണ്ടായിരിക്കും അള്ളാഹുവിൽ നിന്ന്. വലാ യഖ്റബുഹു ശൈത്താനുൻ ഹത്താ യുസ്ബിഹ്, നേരം വെളുക്കുന്നവർ അവൻ്റെ അരികിലേക്ക് ഒരു ഷൈത്താൻ വരികയില്ല, നേരം വെളുക്കുന്ന ഒരു ഷൈത്താനും അവൻ്റെ അരികിലേക്ക് അടുക്കുകയില്ല. ആയത്തുൽ കുർസി ഓതി കിടന്നാൽ, ആയത്തുൽ കുർസി ഓതി കിടന്നാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ അബൂ ഹുറൈറ ഒരിക്കൽ സക്കാത്തിൻ്റെ കാരക്ക സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടു. ഒരാൾ വന്നത് കട്ടുകൊണ്ടുപോകുന്നത് അബൂ ഹുറൈറ കണ്ടു, കൈക്ക് പിടിച്ചു. അപ്പോൾ ആളാകെ ദാരിദ്ര്യമൊക്കെ പറഞ്ഞ് എന്നെ വിടണം, ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ചെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാര്യം പറഞ്ഞു. നബി പറഞ്ഞു അയാൾ ഇനിയും വരും. പിറ്റേന്നും അതുപോലെ വന്നു, കട്ടെടുക്കാൻ നോക്കുകയാണ്. അബൂ ഹുറൈറ കൈക്ക് പിടിച്ചു. അയാൾ ദാരിദ്ര്യം പറഞ്ഞു, കുടുംബമുണ്ട്. അബൂ ഹുറൈറ ഖേദം തോന്നി വിട്ടയച്ചു റളിയല്ലാഹു അൻഹു. മൂന്നാമതും വന്നപ്പോൾ പറഞ്ഞു, ഇന്ന് നിന്നെ വിടുന്ന പ്രശ്നമില്ല. അപ്പോൾ ആൾ പറഞ്ഞു, എന്നെ വിടണം, ഉപകാരം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? ആയത്തുൽ കുർസി ഓതണം, ഷെയ്ത്താൻ അടുക്കുകയില്ല എന്ന് പറഞ്ഞ ആൾ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ അബൂ ഹുറൈറ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ദിവസമായി നീ ആരോടാണ് സംസാരിച്ചതെന്നറിയുമോ? ഷെയ്ത്താനായിരുന്നു. സദഖക വഹുവ കദൂബ്, സദഖക വഹുവ കദൂബ്, ആ പറഞ്ഞത് സത്യമാണ്, അവൻ പെരുങ്കള്ളനാണ്, കദൂബാണ്. പക്ഷെ അപ്പറഞ്ഞത് സത്യമാണ്. എന്ത്? ആയത്തുൽ കുർസി ഓതിയാൽ എന്ത് ചെയ്യുകയില്ല, ഓതിക്കിടന്നാൽ രാവിലെ വരെ ഉപദ്രവം ഉണ്ടാകും, ഷെയ്ത്താൻ്റെ ഉപദ്രവം ഉണ്ടാകും, അള്ളാഹുവിൽ നിന്നൊരു സംരക്ഷകൻ ഉണ്ടായിരിക്കും. സഹാബിമാരിൽ മറ്റൊരാൾ ഇതുപോലെ അദ്ദേഹത്തിനും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു ഷെയ്ത്താനെ കാണുകയുണ്ടായി, കൈക്ക് കയറി പിടിച്ചു. കൈക്ക് കയറി പിടിച്ചപ്പോൾ ഒരു നായയുടെ കൈ പോലെ ആണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. അദ്ദേഹം ചോദിച്ചു, നീ ഇൻസാണോ ജിന്നാണോ? പറഞ്ഞു ജിന്നാണ്. പറഞ്ഞു എല്ലാ ജിന്നും ഇതേപോലെ തന്നെയാണോ? സഹാബത്തിൻ്റെ ധൈര്യം നോക്കി നിങ്ങൾ കൈ പിടിച്ച് വയ്ക്കണം, ഇന്നെ പോലെ തന്നെയാണോ ബാക്കി ജിന്നൊക്കെ? അപ്പോൾ പറഞ്ഞു, പല രൂപത്തിലുണ്ട്. എന്നിട്ട് ഇതുപോലെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതേ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ആയത്തുൽ കുർസി ഓതിയാൽ ഞങ്ങൾ അടുക്കുകയില്ല എന്ന് പറഞ്ഞു കൊടുത്തു. മനസ്സിലായില്ലേ? ചില ആളുകൾ, ചില വിവരദോഷികൾ പറയാറുണ്ട്, നോക്ക് നമ്മൾ ആരുടെ അടുത്തുനിന്ന് പഠിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കിയാൽ മതി, പറഞ്ഞിരുന്ന ആളെ നോക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ്? അബൂ ഹുറൈറ ഷെയ്ത്താനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ശരിയല്ല. കാരണം എന്താ? അബൂ ഹുറൈറ മറ്റേതെങ്കിലും സഹാബിമാരോ ഷെയ്ത്താനടുത്ത് അങ്ങോട്ട് ഇൽമു സ്വീകരിക്കാൻ വേണ്ടി പോയതല്ല, ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കൊടുത്താൽ, സന്ദർഭവശാൽ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കൊടുത്താൽ. ദീനിലെ നിയമം അങ്ങനെ തന്നെയാണ്. ഇങ്ങോട്ട് വന്ന് ഏത് ഷെയ്ത്താൻ പറഞ്ഞാലും ശരി, ഇങ്ങോട്ട് വന്ന് പറഞ്ഞത് ഹക്കാണോ സ്വീകരിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ യഹൂദികൾ വന്നിട്ട് പറഞ്ഞു, സഹാബത്തിൻ്റെ അരികിൽ, നിങ്ങൾ വളരെ നല്ല ആളുകളാണ്, പക്ഷേ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മാദാക്ക്, ശിർക്ക് ചെയ്യാനോ? എന്താണ്? അപ്പോൾ പറഞ്ഞു, ചില മുസ്ലിമീങ്ങൾ പറയുന്നു സത്യം ചെയ്യുന്നു, വൽ കഅബ, കഅബയാണ് സത്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയരുത്, മുസ്ലിമീങ്ങളോട് പറയാൻ അങ്ങനെ പറയരുത്. വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണ് സത്യം എന്നേ പറയാവൂ. യഹൂദി വന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. പക്ഷെ പറഞ്ഞത് ഹക്കായതുകൊണ്ട് നബി സ്വീകരിച്ചു. ഇങ്ങോട്ട് വന്ന് ഏത് യഹൂദി പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും ശരി, ഇങ്ങോട്ട് നമ്മളോട് വന്നൊരു ഹക്ക് പറഞ്ഞോ, ഹക്കാണോ സ്വീകരിക്കുക, തള്ളിക്കളയരുത്, ആര് പറഞ്ഞാലും. പക്ഷേ ഹക്കന്വേഷിച്ച്, അറിവന്വേഷിച്ച് നല്ല ആളുകളുടെ, സത്യസന്ധരായ യഥാർത്ഥ വഴിയിലുള്ള
ആളുകളുടെ അരികിലേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് തെറ്റാണ്, അത് വളരെ മോശമായ കാര്യമാണ്. ഇത്രയുമാണ് ഇന്നത്തെ ദർസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന ദർസിൽ വിശദീകരിക്കാം. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.